ഹായ്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ലോകത്തിന്റെ നെറുകയിൽ നിന്നുള്ള 9ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3ാമത്തെ ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും പറഞ്ഞു പോകുന്നത്. അപ്പോൾ റെഗുലറായിട്ട് ഈ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. ഓക്കെ, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കണം കേട്ടോ. അപ്പോൾ ശരി, ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഉത്തരപർവ്വത മേഖല എവിടെ നിന്ന് എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നു? നമ്മുടെ പാമീറിൽ നിന്നും തുടങ്ങി കിഴക്ക് പൂർവാചൽ കുന്നുകൾ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ അതിന്റെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണെന്നും അതുപോലെ വീതി എത്രയാണ്? 150 മുതൽ 400 കിലോമീറ്റർ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ജസ്റ്റ് ഒരു റിവൈസ് പോലെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതിൽ നമ്മൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നീ 3 രീതികളിൽ തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ട്രാൻസിൽ നമ്മൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ പറഞ്ഞു. അതുപോലെ ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് പറഞ്ഞു. കിഴക്കൻ കുന്നുകളിൽ ഗാരോ, ഖാസി, ജയന്തിയ, മീസോ, നാഗ, പത്ഖായുഗു എന്നീ കുന്നുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്നലെ തിരിച്ചു. എങ്ങനെയാണ്? നമ്മുടെ ഹിമാലയത്തിന് കുറുകെ അല്ലെങ്കിൽ പർവ്വതത്തിന് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രാദേശികമായി നമ്മൾ വീണ്ടും പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞാൽ സിന്ധു, നമുക്ക് ടോട്ടലായിട്ട് അറിയാം സിന്ധു മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നതെന്ന് നമുക്കറിയാം. അതിൽ സിന്ധു മുതൽ കാളി നദി വരെ വരുന്നതാണ് ഏത്? പടിഞ്ഞാറൻ ഹിമാലയം. അവിടെ നിന്ന് കാളി മുതൽ ടീസ്റ്റ നദി വരെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിലായിട്ട് വരുന്നതാണ് നമ്മുടെ മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അതുപോലെ ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ കിഴക്കൻ ഹിമാലയം വരുന്നത്. അതിൽ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ എഗെയിൻ തിരിച്ചു. എങ്ങനെ? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇത്രയും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബാക്കി മധ്യ ഹിമാലയവും അതുപോലെ നമ്മുടെ കിഴക്കൻ ഹിമാലയവുമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ശരി, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ? സിന്ധു നദി മുതൽ കാളി നദി വരെയാണ് നമ്മുടെ ഏത് ഹിമാലയം വരുന്നത്? പടിഞ്ഞാറൻ ഹിമാലയം വരുന്നത്. പടിഞ്ഞാറൻ. എന്നാൽ കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിലാണ് മധ്യ ഹിമാലയം വരുന്നത്. നോക്കിയേ, മധ്യ ഹിമാലയമാണ്. അപ്പൊ മധ്യ ഹിമാലയം എന്ന് പറയുമ്പോൾ കൂടുതൽ ഭാഗങ്ങളും നേപ്പാളിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ നേപ്പാൾ ഹിമാലയം എന്ന് പറയാൻ പറ്റും. അപ്പോൾ നേപ്പാൾ ഹിമാലയം, മധ്യ ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയം. നമ്മൾ പണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അതുപോലെ നമ്മുടെ ആസാം ഹിമാലയം എന്നൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച ഉത്തരാഖണ്ഡ് ഹിമാലയം ഭാഗം എന്ന് പറയുന്നത് കുമയൂൺ ഹിമാലയം എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വരുമ്പോ നേപ്പാൾ ഹിമാലയം എവിടെ നിന്നാണ്? കാളി മുതൽ ടീസ്റ്റ വരെ, കാളി നദി മുതൽ ടീസ്റ്റ വരെ വരുന്നതാണ് മധ്യ ഹിമാലയം അഥവാ നേപ്പാൾ ഹിമാലയം. ഇവിടെ നമുക്ക് ഇന്നലെ പഠിച്ചതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ? ആകെ ഇവിടെയുള്ള ഹിമാലയം നമുക്കറിയാലോ. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് നമുക്കറിയാം അല്ലെ? മൗണ്ട് എവറസ്റ്റ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് അല്ലെങ്കിൽ പർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മധ്യ ഹിമാലയത്തിലാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായിട്ടുള്ള കാഞ്ചൻജംഗയും എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉയരമേറിയിട്ടുള്ള പർവ്വതനിരയായ മൗണ്ട് എവറസ്റ്റും അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിലുള്ള നമ്മളുടെ കാഞ്ചൻജംഗയും എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ച കാരക്കോറം റേഞ്ചിലുള്ള മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ? അത് പാക് അധിനിവേശം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിന്റെ ഉയരം എത്രയാണ്? 86.11 മീറ്റർ ആണ്. പക്ഷേ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? നമ്മുടെ കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻജംഗയും നമ്മുടെ മധ്യ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ
പർവ്വതമാണ് എന്ത് മൗണ്ട് എവറസ്റ്റ്. അത് നമ്മുടെ നേപ്പാൾ ഹിമാലയത്തിലും സ്ഥിതി ചെയ്യുന്നു. സെയിം തന്നെ മധ്യ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, പക്ഷെ അത് ഇന്ത്യയിലല്ല നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. അതുപോലെ നമ്മൾക്ക് ഭാഗം വന്നിട്ട് നമ്മൾ പറഞ്ഞ ഭൂരിഭാഗവും നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ സിക്കിമിന്റെ ഭാഗവും ഡാർജിലിംഗിന്റെ ഭാഗവും വന്നിട്ട് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സിക്കിമും ഡാർജിലിംഗും മാത്രമാണ് നേപ്പാൾ ഹിമാലയം അഥവാ മധ്യ ഹിമാലയത്തില് നമ്മളുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ ഡാർജിലിംഗ് തേയില അത് നമ്മുടെ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡില്, ബ്രിട്ടീഷിന്റെ കൊളോണിയൽ പീരീഡ് കാലത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇവിടെ തേയില കൃഷി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഡാർജിലിംഗ് തേയില അതുവഴി പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് എന്താണ്, മധ്യ ഹിമാലയത്തെ പറ്റിയിട്ടാണ്. കാളിക്കും ടീസ്റ്റ നദിക്കും ഇടയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഭൂരിഭാഗവും നേപ്പാളിലായതുകൊണ്ട് നേപ്പാൾ ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം എന്ത് മാത്രമേ ഉള്ളൂ, സിക്കിമും ഡാർജിലിംഗും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരമായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മളുടെ കാഞ്ചൻജംഗ എവിടെ സ്ഥിതി ചെയ്യുന്നു, നമ്മുടെ സിക്കിമിലുള്ള കാഞ്ചൻജംഗയും മധ്യ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇനി നമ്മള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മധ്യ ഹിമാലയം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി പഠിക്കാനുള്ളത് നമുക്ക് കിഴക്കൻ ഹിമാലയത്തെ പറ്റിയിട്ടാണ്. കിഴക്കൻ ഹിമാലയം. അപ്പോൾ മധ്യ ഹിമാലയം ക്ലിയർ ആണ്, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. മധ്യ ഹിമാലയം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ ഉത്തരപർവ്വത മേഖലയെ അതിലൊഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി പ്രാദേശികമായി 3ആയി തിരിച്ചു. അതിലൊന്നാണ് പടിഞ്ഞാറൻ ഹിമാലയം, 2ആണ് മധ്യ ഹിമാലയം, 3-മത്തെയാണ് കിഴക്കൻ ഹിമാലയം. ആ പടിഞ്ഞാറൻ ഹിമാലയത്തിന് അഗെയിൻ നമ്മൾ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, അതുപോലെ നമ്മളുടെ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞ് തിരിച്ചു. ഇനി നമ്മളിവിടെ പറഞ്ഞു മധ്യ ഹിമാലയമാണ് നമ്മുടെ ഭാഗത്തായിട്ട്. സിക്കിമും ഡാർജിലിംഗിന്റെ ഭാഗം മാത്രമേ വരുന്നുള്ളൂ, ബാക്കി നേപ്പാളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നേപ്പാൾ ഹിമാലയം എന്നും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ്, കിഴക്കൻ ഹിമാലയമാണ്. കിഴക്കൻ ഹിമാലയം. അപ്പോ കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിൽ മധ്യ ഹിമാലയം വന്നു. ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലാണ് കിഴക്കൻ ഹിമാലയം. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണ് കിഴക്കൻ ഹിമാലയം വരുന്നത്. ഹിമാലയം സിന്ധുവിനും കാളി നദിക്കും ഇടയില്, മധ്യ ഹിമാലയം കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയില്, ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലായിട്ട് കിഴക്കൻ ഹിമാലയം. ഒന്നും പഠിക്കാനില്ല ഇവിടെ. നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, പടിഞ്ഞാറൻ ഹിമാലയത്തിനെ അപേക്ഷിച്ചിട്ട് കിഴക്കൻ ഹിമാലയത്തിന് ഹൈറ്റ് കുറവാണ്. കിഴക്കൻ ഹിമാലയത്തിലുള്ള പർവ്വതനിരകൾക്ക് ഹൈറ്റ് കുറവാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പർവ്വതമാണ് ഏത്, നംച ബർവ. ഈ നംച ബർവയുടെ ഹൈറ്റ് എത്രയാണ്, 77-56 മീറ്ററാണ്. ഇത് പഠിക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം 77-55 കണക്ട് ചെയ്യാം. 77-55 നിന്നും നമുക്ക് 56 കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതൊരു 11 മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് 77-55 നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 77-55 നിന്നും 56 കണക്ട് ചെയ്യുക. ആരാണ്, നംച ബർവ. അത് കിഴക്കൻ കുന്നുകളിലെ അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിലെ, കുന്നുകളല്ല കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതമാണ്. ഇവിടെ നമുക്ക് ബ്രഹ്മപുത്രയുടെ പോഷക നദികളായിട്ടുള്ള കാമങ്, ലോഹിത്, സുബൻസിരി എന്നീ നദികളൊക്കെയാണ് അവർക്ക് സവിശേഷതയായിട്ട് നമുക്ക് പറയാനുള്ളൂ. കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണെന്നുള്ളത് ഓർക്കുക. നംച ബർവ പ്രധാനപ്പെട്ട പർവ്വതമാണെന്നുള്ളത് ഓർക്കുക. അതിന്റെ ഹൈറ്റ് 77-56 മീറ്റർ ആണ്. പിന്നെ നമുക്ക് ഹൈറ്റ് കുറവാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഓക്കെ ആണോ? അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ 2 ചുരങ്ങളും കൂടെ പറയാനുണ്ട്. ചുരങ്ങൾ ഏതൊക്കെയാണ്, അരുണാചൽ പ്രദേശിൽ നിന്നും, രണ്ടും അരുണാചൽ പ്രദേശിൽ നിന്നാണ്. അരുണാചൽ പ്രദേശിൽ നിന്നും ടിബറ്റിലെ ലാസയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ബോംഡില ചുരം. അരുണാചൽ പ്രദേശിൽ നിന്നും ടിബറ്റിലെ ലാസയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ബോംഡില ചുരം. അതുപോലെ അരുണാചൽ പ്രദേശിൽ നിന്നും മ്യാൻമറിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ദിഫു എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കണക്ഷൻ നമ്മുടെ അരുണാചൽ പ്രദേശ് ടു ടിബറ്റ് പറഞ്ഞുതരാം. അരുൺ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു, ടിബറ്റിലേക്ക് ടീ കുടിക്കുകയാണ്, കയ്യിൽ എന്തുണ്ട്, ബോണ്ടിയും ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാലോ. ഇനി നമുക്ക് വേണം വെച്ചാൽ ടിബറ്റിൽ പോയിട്ട് ലാസ ഐസ്ക്രീം കഴിക്കാനാണെന്നും കൂടെ ഓർത്ത് വയ്ക്കാം. അപ്പൊ ടിബറ്റിലെ ലാസയാണ്. അരുണാചൽ പ്രദേശ് ടു ടിബറ്റിലെ ലാസയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ബോണ്ടില. അപ്പൊ ഭക്ഷണവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബോണ്ട, ചായ ഇതൊക്കെ വരുന്നത് എന്താണ്, നമ്മുടെ ടിബറ്റിലേക്ക്. അരുണാചൽ പ്രദേശ് ടു ടിബറ്റിലേക്കാണ് ബോംഡില വരുന്നത്. അത് ടിബറ്റിലെ എവിടെയിലേക്കാണ്,
ലാസയിലേക്കാണ്. ഓക്കെ ആണോ? ഇനി അരുണാചൽ പ്രദേശിൽ നിന്നും മ്യാൻമറിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ദിഫു എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്നും മ്യാൻമറിലേക്ക് കണക്ട് ചെയ്യുന്ന ചുരമാണ്. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്നലെ പഠിച്ച 2 ചുരങ്ങൾ ഏതൊക്കെയായിരുന്നു? ജമ്മു കാശ്മീരിലാണ് അല്ലെ, നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലുള്ള ബനിഹാൽ ചുരം നമ്മൾ പറഞ്ഞു. അത് ജമ്മുവിനെ കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജമ്മുവിനെ കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ബനിഹാൽ ചുരമാണ്. അപ്പൊ നമുക്കൊരു കണക്ഷൻ നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ ഇന്റർനെറ്റ് ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാൻ ചെയ്തു എന്ന് പറയുമ്പോൾ ബനിഹാൽ ഓർക്കാം. അപ്പൊ ജമ്മു കാശ്മീർ അതൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പൊ ജമ്മുവിൽ നിന്നും കാശ്മീരിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഏത്? ബനിഹാൽ ചുരം. ഇനി നമുക്ക് ഹിമാചലിൽ വന്നിട്ട് 2 ചുരങ്ങൾ നമ്മൾ പഠിച്ചു, ബാരാലാസ്ല ചുരവും റോഹ്താങ് ചുരവും. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലഡാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭാരമുള്ള നമ്മുടെ ബാഗ് ഒക്കെ ആയിട്ടല്ലേ പോകുന്നത്. അപ്പൊ ബാരാലാസ്ല ചുരം, അതെങ്ങനെയാണ്? ഹിമാചൽ ടു ലഡാക്ക് ആണ്. എന്നാൽ റോഹ്താങ് ചുരം ലാഹുൽ സ്പിതിന്റെ കുളു താഴ്വരയാണ്. അപ്പൊ ലാഹുൽ സ്പിതി കല്യാണം കഴിച്ചു, റോപ്പിട്ട് കല്യാണം കഴിച്ചു. അവര് കുളു മണാലിലേക്ക് നമുക്കറിയാം. അപ്പൊ കുളു താഴ്വരയിലേക്ക് പോകുന്നതാണ് റോഹ്താങ് ചുരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? ഇവിടം വരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്തിലേക്ക് പോവാം? നമ്മുടെ അടുത്ത കിഴക്കൻ കുന്നുകൾ വരെ പറഞ്ഞു. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി ആ ഒരു ക്ലാസിഫിക്കേഷനും കൂടെയാണ് പെൻഡിങ് ഉള്ളത്. അപ്പൊ അങ്ങോട്ട് പോകാം. ശരി, അപ്പൊ ഞാൻ പറയാം, നമ്മൾ ഒന്നും കൂടെ റിവൈസ് പോവാം. അപ്പോൾ ഹിമാലയം നമ്മൾ പറഞ്ഞു. ഹിമാലയത്തിൽ ആരൊക്കെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ കാരക്കോറത്തില് പ്രധാനപ്പെട്ട പർവ്വതമായിട്ട് നമ്മൾ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ പറഞ്ഞു. 86-11 മീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ട്രാൻസിന്റെ ഉയരം എത്രയാ പറഞ്ഞേ? 3000 കിലോമീറ്റർ ആണ്, 3000 മീറ്റർ ആണ് നമ്മൾ ട്രാൻസിന്റെ ഉയരം പറഞ്ഞതെന്നുണ്ടെങ്കിൽ, അതുപോലെ അതിന്റെ നീളം 965 കിലോമീറ്റർ നീളം പറഞ്ഞു. അതുപോലെ വീതി എത്രയാ പറഞ്ഞത്? 40 കിലോമീറ്റർ ആണ് നമ്മൾ അതിന്റെ വീതി പറഞ്ഞത്. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിൽ 3000 മീറ്റർ അതിന്റെ ഉയരം പറയുന്നു, നീളം 965 കിലോമീറ്റർ, അതുപോലെ 40 കിലോമീറ്റർ ആണ് അതിന്റെ വീതി നമ്മൾ പറഞ്ഞത്. അഗൈൻ നമ്മൾ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അപ്പൊ അതില് നോക്കൂ, ഹിമാദ്രി 6100 മീറ്റർ, വീതി എത്ര പറഞ്ഞു? 25 കിലോമീറ്റർ. അതുപോലെ ഹിമാചൽ എത്ര റേഞ്ച് പറഞ്ഞു? 3500-നും 4500 മീറ്ററിനും ഇടയിലായിട്ട് പറഞ്ഞു. അതുപോലെ അതിന്റെ ഒരു വീതി 60 മുതൽ 80 കിലോമീറ്ററും നമ്മൾ പറഞ്ഞു. ശിവാലിക് ആണെങ്കിൽ ഹൈറ്റ് പ്രത്യേകിച്ച് പറഞ്ഞില്ല, 60 മുതൽ 150 കിലോമീറ്റർ ആണ് അതിന്റെ വീതി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ നമ്മൾ ഹിമാലയം പഠിച്ചു. ഇനി നമുക്ക് ആരുണ്ട്? കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാചൽ കുന്നുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ പൂർവാചൽ കുന്നുകൾ നമുക്ക് ഹൈറ്റ് ആദ്യം നോക്കാം. കുന്നുകൾ എന്ന് പറഞ്ഞല്ലേ, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? പർവ്വതം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര വേണം അതിന്റെ ഹൈറ്റ്? പർവ്വതം 900 മീറ്ററിന് മുകളിലേക്കുള്ളതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നമ്മളുടെ പർവ്വതം ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ഹൈറ്റ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാചൽ കുന്നുകൾ എന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 900 മീറ്ററിന് താഴെയാണ്. അപ്പൊ നോക്കൂ, റേഞ്ച് 500 മീറ്ററിനും 3000 മീറ്ററിനും ഇടയിലായി കാണുന്നതാണ് ആര്? നമ്മുടെ കിഴക്കൻ കുന്നുകൾ. 500 മീറ്ററിനും 3000 മീറ്ററിനും ഇടയിലായി കാണുന്നു. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ 3000 റേഞ്ച് പറഞ്ഞു. ഇവിടെ നമുക്ക് ഹൈറ്റ് ആവറേജ് പറയാനാണെങ്കിൽ ഒരു 3500 to 6100. ഹിമാദ്രി ഒക്കെ 6100 വന്നു. ഹിമാചൽ ശിവാലിക്കിന് അതിലും കുറച്ച് താഴെ വരും കേട്ടോ. അപ്പൊ ശിവാലിക്കിന്റെ ഹൈറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മൾ ഇവിടെ പറയുമ്പോൾ 900 മീറ്ററിന് താഴെയാണ് നമുക്ക് പർവ്വതം, 900 മീറ്ററിന് മുകളിലാണ് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും കുന്നുകളാണ്. അപ്പൊ 500 മീറ്ററിനും 3000 മീറ്ററിനും ഇടയിലായിട്ട് നമ്മൾ ആരെ കാണുന്നു? നമ്മൾ കിഴക്കൻ ഹിമാലയത്തില് കാണുന്നു. ഓക്കെ ആണോ?
അപ്പോൾ കിഴക്കൻ ഹിമാലയ അല്ല, പൂർവാചൽ കുന്നുകൾ കേട്ടോ. കിഴക്കൻ ഹിമാലയം എന്ന് പറയുമ്പോൾ നമ്മൾ നംചാ പർവ്വേനയൊക്കെ പറഞ്ഞത്. അത് നമ്മുടെ നദിയുടെ ഒഴുക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ മൂന്നായിട്ട് തിരിച്ചത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഭൂപ്രകൃതിയിൽ നമ്മൾ പറഞ്ഞ കിഴക്കൻ ഹിമാലയ, പൂർവാചൽ കുന്നുകൾ. അപ്പൊ അതിന്റെ ഹൈറ്റ് ആണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ പൂർവാചൽ കുന്നുകളിൽ പറഞ്ഞോളൂ, നമുക്കറിയുന്ന കുന്നുകൾ ഏതൊക്കെയാണ്? ഗാരോ, ഗാസി, ജയന്തിയ, മീസോ കുന്നുകൾ, നാഗ കുന്നുകൾ, പത്കായുവും. അപ്പൊ ഗാരോ, ഗാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, നാഗ കുന്നുകൾ, പത്കായുവും. ഇതൊക്കെയാണ് എവിടെ വരുന്നത്? കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാചൽ കുന്നുകളിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ അത്രയും മാത്രമാണ് പറയുന്നത്. പിന്നെ അതുപോലെ ചിറാപൂഞ്ചി മൗസിൻഡ്രം എന്താ പ്രത്യേകത? നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് അല്ലെ. അപ്പൊ അതില് നമ്മൾ മൗസിൻഡ്രം ആണ് ഇപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് PYQ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത്. മൗസിൻഡ്രം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം. ചിറാപൂഞ്ചി രണ്ടാം സ്ഥാനത്തേക്ക് മാറി. അപ്പൊ ചിറാപൂഞ്ചിയും മൗസിൻഡ്രവും എവിടെ തന്നെയാണ്? നമ്മുടെ കിഴക്കൻ കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പൂർവാചൽ കുന്നുകൾ എത്രയും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞോട്ടെ. ഒന്ന്, നമ്മളുടെ മേഘാലയയിലുള്ള റൂട്ട് ബ്രിഡ്ജസ്, അത് CA അപ്ഡേറ്റ് ആയി പോകുന്നവർക്ക് അറിയാതെ ഇപ്പൊ യുനെസ്കോയുടെ ആ ഒരു പൈതൃക പട്ടികയിലൊക്കെ എന്തോ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് റൂട്ട് ബ്രിഡ്ജസ്? അതെന്താ? അവിടെയുള്ള ആൾക്കാരുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന അവരുടെ ഒരു ജീവിത സാഹചര്യം കൂടെ കാണിക്കുന്നതിനുള്ള ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് റൂട്ട് ബ്രിഡ്ജ്. മരങ്ങളുടെ വേരുകൾ ഉപയോഗിച്ച് തന്നെ അവര് പാലം കണക്ട് ചെയ്യുന്നതായിട്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ റൂട്ട് ബ്രിഡ്ജ്. കാണാൻ പറ്റുന്നുണ്ടോ? റൂട്ട് ബ്രിഡ്ജസ് പറയുന്നത്. അപ്പൊ റൂട്ട് ബ്രിഡ്ജസ് എവിടെയുണ്ട്? മേഘാലയയിൽ അവര് മരങ്ങളുടെ വേരുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ്, ഇത് ഓർത്ത് വെക്കണം, ചോദിച്ചിട്ടുണ്ട്. കേമ്പിൾ ലംചാവോ ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ലോക്തക് തടാകം എവിടെയാണ്? മണിപ്പൂരിലാണ്. അപ്പൊ നമുക്ക് ലോകം കാണണമെന്നുണ്ടെങ്കിൽ മണി വേണം. അപ്പൊ ലോക്തക് തടാകത്തിലാണ് നമ്മുടെ ആര് സ്ഥിതി ചെയ്യുന്നത്? കേമ്പിൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേമ്പിൾ ലംചാവോ എങ്ങനെ രൂപീകരിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള നമ്മുടെ സസ്യാവശിഷ്ടങ്ങളും മണ്ണും ഒക്കെ വെച്ചിട്ട് അവിടെ കുറച്ച് തുരുത്തുകൾ രൂപം കൊണ്ടു. ആ തുരുത്തുകളെ പറയുന്ന ഒരു പ്രത്യേക പേരാണ് പുണ്ടികൾ. ഓർത്ത് വെക്കണം, പുണ്ടി എന്ന് പറയുന്നത് തുരുത്തുകളാണ്. സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. അങ്ങനെ രൂപം ചേർന്നിട്ട് നമ്മുടെ ലോക്തക് തടാകത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ദേശീയോദ്യാനമാണ് കേമ്പിൾ ലംചാവോ ദേശീയോദ്യാനം. അവിടെ എന്താണ്? നിറയെ പക്ഷികളും സസ്യങ്ങളൊക്കെ ഉള്ളൊരു ആവാസ വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ റാംസർ സൈറ്റിലും അത് ഇടം പിടിച്ചിട്ടുണ്ട്. റാംസർ സൈറ്റ് ഇപ്പൊ എത്ര ഉണ്ടെന്നുള്ളതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ റാംസർ സൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ന് ചേർന്നു, അതിന് തന്നിട്ടുള്ള ദിനം എന്നാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ കേമ്പിൾ ലംചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം എന്നാണ് പറയുന്നത്. ലോക്തക് തടാകം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണ്. അപ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക് തടാകത്തിലാണ് നമ്മുടെ കേമ്പിൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ആ തടാകത്തിൽ എന്തുണ്ട്? നമ്മുടെ സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്നിട്ട് രൂപം കൊണ്ട തുരുത്തിനെ പറയുന്ന പേരാണ് പുണ്ടികൾ. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ കഴിഞ്ഞു. ഇനി നമുക്ക് കാലാവസ്ഥ, നദീവ്യവസ്ഥ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഉത്തരപർവ്വത മേഖല എത്രയാണ്? ആവറേജ് നീളം 2400 കിലോമീറ്റർ നീളം, വീതി 150 400 കിലോമീറ്ററിനും ഇടയിലായിട്ട്. തീർച്ചയായും നമുക്കറിയാം എവിടെയായിരിക്കും വീതി കുറവ്? നമ്മുടെ കിഴക്കൻ ഭാഗത്തായിട്ടാണ് വീതി കുറവ്. വീതി കൂടുതൽ എവിടെയാണ്? കാശ്മീർ ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മുടെ കാശ്മീർ ഭാഗത്തായിട്ട് 400 കിലോമീറ്ററും ഇവിടെ 150 വരും എന്നുള്ളത് ഓർക്കുക. ടോട്ടൽ നീളം 2400 കിലോമീറ്റർ വരുന്ന ഓർക്കുക. അപ്പൊ അതിൽ നമ്മൾ വീണ്ടും ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ രൂപം കൊണ്ടതൊക്കെ നമുക്കറിയാം. 2 പ്ലേറ്റുകൾ കൂട്ടിയിടിച്ച് അതിലുള്ള നദീ സമുദ്രത്തിന്റെ അടുത്തിട്ട് മടങ്ങി ഉയർന്നാണ് ഉണ്ടായതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് കാണാത്തവര് പുറകിൽ പോയിട്ട് 2 ക്ലാസ്സും കണ്ടിട്ട് വേണം മുന്നോട്ട് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് നമ്മൾ ആദ്യത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം എന്ന് തിരിച്ചു. ട്രാൻസ് ഹിമാലയത്തിൽ പിന്നെ നമ്മൾ അതിന്റെ താഴെയായിട്ട് തെക്കായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഹിമാലയം പഠിച്ചു. പിന്നെ നമ്മൾ കിഴക്കൻ കുന്നുകൾ പഠിച്ചു. ഇതിൽ
ഫ്രാൻസിൽ നമ്മൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ അങ്ങനെ പഠിച്ചു. അതിനുശേഷം ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് പഠിച്ചു. കിഴക്കൻ കുന്നുകളിൽ ഗാരോ, ഖാസി, ജൈന്തിയ, മീസോ, നാഗ, പത്ഖായുഗും എന്നീ കുന്നുകളെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു. അതില് നമ്മൾ വീണ്ടും നമ്മുടെ ഇത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ വീണ്ടും ഹിമാലയത്തിനെ വന്നിട്ട് എന്തിൽ തിരിച്ചു? നദികൾ, അതിനെ കുറുകെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞ് തിരിച്ചു. ആ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വീണ്ടും നമ്മൾ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞ് തിരിച്ചു. മധ്യ ഹിമാലയത്തിനെ പറയുന്ന മറ്റൊരു പേരായിരുന്നു നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കിഴക്കൻ ഹിമാലയത്തിന് നമുക്ക് അസം ഹിമാലയം എന്നൊക്കെ പറയാം. നമുക്കറിയാലോ ഇവിടെ കൂടുതലും അസം മേഖലയല്ലേ, ബ്രഹ്മപുത്ര നദിയല്ലേ, അപ്പോൾ അസം ഹിമാലയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, ഹൈറ്റ്, ട്രാൻസ് ഹിമാലയത്തിന്റെ ഹൈറ്റ് ഒക്കെ നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3000 മീറ്റർ. ഇവിടെ ഒരു 6100 നമ്മുടെ ഹിമാദ്രിയിൽ വരും. 3500, 4500 റേഞ്ചില് ഹിമാചല്. ശിവാലിക്കിൽ ഹൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കിഴക്കനില് നമ്മുടെ കിഴക്കൻ കുന്നുകളിൽ 500 മുതൽ 3000 മീറ്റർ വരെയുള്ള ഹൈറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? ഇത്രയും ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. നമ്മൾ ഏകദേശം ക്ലാസിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കാലാവസ്ഥ, നദീവ്യവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. പക്ഷേ നമ്മൾ കുറച്ച് വിധം പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കണം. ബൈ.